السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയുടെ സിഫത്തു സ്വലാത്തിൻ നബി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഉള്ള ക്ലാസുകളാണ്. അതിൽ അവസാനമായി തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലേണ്ടുന്ന സ്വലാത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുള്ള 7 റിവായത്തുകളും അതിലുള്ള വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുമായി ബന്ധപ്പെട്ട ചില ഫവായിദുകൾ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്പറിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ആല് എന്ന വാക്ക് ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? ഇന്ന ആളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ആ കുടുംബത്തിൽ ഉൾപ്പെടുമോ ഇല്ലേ എന്ന ഒരു വിഷയവും. രണ്ടാമത്തേത്, കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് വരുമോ ഇല്ലേ? അതല്ല, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇബ്രാഹിം നബിയേക്കാളും ശ്രേഷ്ഠൻ. ആ പ്രയോഗത്തിന്റെ യഥാർത്ഥ ആശയം എന്താണ്? ഈ 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. തുടർന്ന് അതേ വിഷയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അടുത്ത ചർച്ച, നേരത്തെ നമ്മൾ വായിച്ചു പോയിട്ടുള്ള 7 വ്യത്യസ്ത രീതിയിലുള്ള സലാത്തുകളെല്ലാം പരിശോധിച്ചാൽ എല്ലാ റിവായത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സംബന്ധിച്ച് കുടുംബത്തിന്റെ മേലിലും സലാത്തുണ്ടാകട്ടെ എന്ന പരാമർശമുണ്ട്. അതിൽ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, മക്കൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം പറയാത്ത ഒരൊറ്റ സ്വലാത്തിന്റെ രൂപവും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നബിക്ക് അല്ലാഹുവിനെ സലാത്ത് ചെയ്യണമേ എന്ന് മാത്രം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നടപ്പിലാക്കിയവനാവുകയില്ല ആ പറഞ്ഞവൻ. കാരണം നബിക്ക് സലാത്ത് ചെല്ലണമേ എന്ന് അയാൾ പറയുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ റിപ്പോർട്ടുകളിലും എന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബിയുടെ ആലിനും, ആല് തന്നെ കുടുംബം എന്ന് പറഞ്ഞത് തന്നെ 2 റിവായത്തുകളിൽ നേരത്തെ നമ്മളത് നബിന്റെ ഭാര്യമാരും നബിന്റെ സന്താനങ്ങൾക്കും എന്ന് പ്രത്യേകം വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലി എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആ കൽപ്പന പാലിച്ചവനാകണമെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിച്ചു പോയിട്ടുള്ള 7 റിവായത്തുകളിൽ ഏതെങ്കിലും ഒരു റിവായത്തനുസരിച്ചുള്ള പരിപൂർണമായ സലാത്ത് അവൻ ചെല്ലേണ്ടതുണ്ട്. എവിടെ? നമസ്കാരത്തിൽ. നമസ്കാരം അല്ലാത്തപ്പോൾ അല്ല ഈ വിഷയം പറയുന്നത്. നമസ്കാരത്തിൽ ഒന്നാമത്തെ തശഹുദിലും 2ാമത്തെ തശഹുദിലും സലാത്ത് ചെല്ലണം എന്ന അഭിപ്രായമാണ് ഷെയ്ഖ് അൽബാനിക്കുള്ളത്. ആ വിഷയത്തിൽ മറ്റു പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സലാത്ത് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി ചെല്ലുക എന്നതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഉമ്മ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു വേറെ വിഷയമായി ബന്ധപ്പെട്ട്, വത്തശഹുദു ഫിൽ ഊല വത്താനിയ ലഫ്ദുൻ വാഹിദുൻ ലാ യഖ്തലിഫ് വമഅന ഖൗലി അത്തശഹുദ് വസ്സലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജ്സിഹി അഹദുഹുമാ അനിൽ ആഖർ. തശഹുദ് ഒന്നാമത്തെ തശഹുദ് ആണെങ്കിലും 2ാമത്തെ തശഹുദ് ആണെങ്കിലും രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. തശഹുദ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് തശഹുദും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലലുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ ചെല്ലിയാൽ 2ാമത്തേതിനെ സംബന്ധിച്ച് അത് മതിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ തശഹുദ് മാത്രം ചെല്ലി സ്വലാത്ത് ചെല്ലിയില്ല എങ്കിൽ അയാൾ സ്വലാത്ത് ചെല്ലി എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരാൾ സ്വലാത്ത് ചെല്ലി തശഹുദ് ചെല്ലിയില്ല, അയാളെ സംബന്ധിച്ച് സ്വലാത്ത് ചെല്ലി എന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ തശഹുദും സലാത്തും കൂടിച്ചേർന്നതാണ് തശഹുദ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഒരാൾ സ്വലാത്ത് ചെല്ലി എന്ന് പറയണമെങ്കിൽ, നമസ്കാരത്തിൽ സലാത്ത് ചെല്ലി എന്ന് പറയണമെങ്കിൽ തശഹുദും സലാത്തും ഉണ്ടാകണം. ഇത് ഒന്നാമത്തേതിലാണോ അങ്ങനെ തന്നെ, 2ാമത്തെ തശഹുദിലാണെങ്കിൽ അങ്ങനെ തന്നെ എന്നതാണ് ഇവിടെ ഇമാം ഷാഫിയുടെ വാചകം. അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി ആ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതും അതിനെതിരിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
രണ്ടാമത്തെ റക്അത്തിൽ, അതായത് 3-4 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിനേക്കാൾ ഒന്നും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്താവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലിയിട്ടില്ല എന്നാവും. രണ്ടാമത്തെ റക്അത്തിൽ തശഹുദ് മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ, സലാത്ത് ചൊല്ലിയിട്ടില്ല. കാരണം തശഹുദിനേക്കാൾ ഒന്നും വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ട് അത് മുൻകറായ റിപ്പോർട്ടാണ്. അതുകൊണ്ട് അത് സ്വീകാര്യോഗ്യമല്ല എന്നത് സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫയുടെ 5816 നമ്പറിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നും ഷെയ്ഖ് അൽബാനി പറയുന്നു. അപ്പൊ ഇതോടെ കൊടുത്തതിനാ ഈ ഹദീസ് സഹീഹാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ തശഹുദിൽ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ടതില്ല എന്ന് ധരിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനാണ്. ഇതൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ 2 അഭിപ്രായങ്ങളും ഓർക്കേണ്ടതാണ്. ഒന്നാമത്തെ തശഹുദിൽ സലാത്ത് വേണോ വേണ്ടേ, അതിൽ സൂക്ഷ്മത എന്താണ് എന്നുള്ളത്. ഇത് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് അൽബാനി ഇവിടെ മറ്റൊരു പണ്ഡിതൻ നടത്തിയിട്ടുള്ള ഒരു വിമർശനത്തിന് മറുപടി പറയാം. കാരണം ഖുർആനിൽ നബിക്ക് സലാത്ത് ചെല്ലുവാനും ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിനും സലാത്ത് ചെയ്യുവാനും വേണ്ടി അള്ളാഹുവിനോട് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലെ അത്ഭുതകരമായ ഒരു കാര്യത്തിലും അതുപോലെ തന്നെ വൈജ്ഞാനികമായ അരാജകത്വത്തിലും പെട്ടതാണ് ചില ആളുകൾ. അതിന് ഉദാഹരണം പറയുന്നത് അൽ ഉസ്താദ് മുഹമ്മദ് ഇസ്ഹാഫ് അൻ നശാശിബി എന്ന് പറയുന്ന ഒരാൾ അൽ ഇസ്ലാമു സ്വഹീഹ്, ശരിയായ ഇസ്ലാം എന്ന തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മാത്രം സലാത്ത് ചൊല്ലിയാൽ മതി, നബിയുടെ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചെല്ലേണ്ടതില്ല. അതിന് തെളിവായി അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹ വമലായികത്തഹു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ഹദീസിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബിയുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലുക എന്ന് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കൂടെ കുടുംബത്തെ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് ഇദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ സാധാരണ പലപ്പോഴും കേൾക്കുന്ന ഹദീസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ചില ആളുകളുടെ വാദമാണ് ഖുർആനിനെതിരായ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല, ഖുർആനിൽ പറയാത്ത ഒരു കാര്യം ഹദീസിൽ വേറെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹദീസിനെതിരാകും എന്ന വാദമാണ് ഇവിടെ ഈ പറയുന്ന മുഹമ്മദ് ഇസ്ഹാഫ് എന്ന് പറയുന്ന ആള് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ശരിയാണ്, ഖുർആനിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നബിക്ക് സലാമും അർപ്പിക്കണം എന്നേ പറയുന്നുള്ളൂ, നബിന്റെ കുടുംബത്തെ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആനിൽ പറയാത്ത ഒരു കാര്യം ചെയ്യേണ്ടതില്ല. എന്നിട്ട് അതിനിടക്ക് ഷെയ്ഖ് പറയുന്നുണ്ട് ബുഖാരിയിലും മുസ്ലിമിലും റഹിമഹുമുള്ള, അതിൽ മാത്രമല്ല മറ്റൊരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലും നിരവധി സഹാബികളിൽ നിന്ന് കഅബ്, അബു ഹുമൈദ്, അബു സഈദ്, അബു മസ്ഊദ്, അബു ഹുറൈറ, ത്വൽഹ റളിയല്ലാഹു അൻഹും ഇവരും ഇതുപോലുള്ള സഹാബികളിൽ നിന്നും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വ്യത്യസ്ത രീതികളിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കെ ഇങ്ങനെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടും അത് ഖുർആനിനെതിരാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത്. മാത്രവുമല്ല അങ്ങനെ ചൊല്ലേണ്ടതില്ല എന്നതിന് സ്ഥാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ഞങ്ങൾ എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചത്, ആ ചോദ്യത്തിന്റെ അർത്ഥം ഞങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കാൻ സാധ്യതയില്ലാന്ന് അദ്ദേഹം പറയുന്നത്. ആ ഹദീസും ശരിയല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർക്കറിയാം. അപ്പൊ സഹാബികൾ നബിയോട് അങ്ങനെ ചോദിച്ചു, അപ്പൊ നബി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുആ, പ്രാർത്ഥനയാണ് എന്ന് നബിന്റെ സഹാബത്തിന് അറിയാം. പിന്നെ എന്തിനാണ് നബിയോട് അവർ ചോദിച്ചത്? അങ്ങനെ ചോദ്യം ഉണ്ടാവില്ല. അപ്പൊ ചോദിച്ചു എന്ന് പറയുന്ന ഹദീസും ശരിയല്ല. അത്ര അതിര് കവിഞ്ഞ് ഇദ്ദേഹം നബിയുടെ ആലിന്റെ മേൽ സലാത്തും സലാമും പറയണം എന്നതിനെ വിമർശിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഷെയ്ഖ് അൽബാനി അതിന് നൽകുന്ന മറുപടി ഹദീസിൽ തന്നെ വ്യക്തമാണ്. ഞങ്ങൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്നറിയാം, എന്നാൽ സ്വലാത്ത് എന്താണ്, അതിന്റെ കൈഫിയത്ത് എന്താണ്, അതെങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ ആ ഹദീസിലുള്ള ചോദ്യത്തിന്റെ പ്രയോഗം എന്താ? ഞങ്ങൾക്ക് സ്വലാത്തിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുന്നല്ല, പിന്നെന്താണ്, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എങ്ങനെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചത്. അതിനുത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ഇന്ന രീതിയിലാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചോൻ പറഞ്ഞു. 7 റിവായത്തുകൾ ഇതിൽ വിശദീകരിച്ചു. അതിൽ 2 റിപ്പോർട്ടുകൾ, ഒന്നാമത്തെയും 4ാമത്തെയും റിവായത്ത്, ആ 2 റിവായത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയായി പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ അതിൽ എന്ത് പറയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അസ്വാജിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ദുർരിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ നബിയുടെ കുടുംബത്തിന് സലാത്ത് ചെല്ലണം എന്നത് വ്യക്തമാകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല എന്നതാണ്. മറ്റൊരു മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടുള്ള വിഷയമാണ്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? സഹാബത്തിന് ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെ വിശദീകരിച്ചു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആനിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ
എന്ന് നബിക്ക് സലാത്തും സലാമും ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം എന്താണ് എന്ന് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എന്ന നിലക്ക് ആ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചത്. അപ്പൊ അതിലെന്ത് ചെയ്തു? ആ വിശദീകരണത്തിലൂടെ നബിയുടെ ആലിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി സലാത്തും സലാമും അർപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെ വചനത്തിൽ ലിതുബയ്യിന ലിന്നാസി മാ നുസില അലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തത് എന്തിനാണ്? അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ ജനങ്ങൾക്ക് നീ വിശദീകരിച്ചു കൊടുക്കാനാകുന്നു. അപ്പൊ ഒരു ഓതിക്കൊടുക്കാനല്ല, ഓതിക്കൊടുക്കാൻ വേണ്ടി മാത്രം വന്ന ആളല്ല നബി. ഇതന്നെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നബിന്റെ ഡ്യൂട്ടി എന്നുള്ളത്. അതിലൊന്നാണ് ഓതിക്കൊടുത്താൽ പോരാ, അതിൽ തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ സലാത്തും സലാമും ചെല്ലണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് പഠിപ്പിക്കേണ്ടത് നബിയുടെ ബാധ്യതയാണ്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചിട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈ ബയാനിലൂടെ വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത്. സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു എന്ന് പറയുന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു കൊണ്ടുവന്നുവോ ആ കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. ഇവിടെ അത് വിശദീകരിച്ചിട്ടില്ല. അത് യുദ്ധവും യുദ്ധാനന്തര സ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ്. അപ്പൊ അത് നബി തന്നത് വാങ്ങിക്കോളൂ, കിട്ടില്ലെങ്കിൽ പരാതി വരേണ്ട പോയിക്കോളൂ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഈ ആയത്ത് ഓതിക്കൊണ്ട് തന്നെ ഖുർആനിൽ വന്നത് അംഗീകരിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങളും സ്വീകരിക്കുകയും നബി വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം എന്ന് സഹാബികൾ തന്നെ വിശദീകരിച്ചതായി ബുഖാരിയിലും മറ്റുമുള്ള ഹദീസുകളിലുണ്ട്. അപ്പൊ എന്താണ്? ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും കൽപ്പിച്ചതും ചെയ്തു കാണിച്ചതും വിലക്കിയതുമായ കാര്യങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹദീസുകളിലും ഇതുപോലുള്ള പ്രയോഗങ്ങൾ എമ്പാടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഈ പണ്ഡിതൻ നശാശീബി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സുന്ദരമായ സംസാരം കൊണ്ട് വഞ്ചിതരായ ചില ആളുകളും നബിയുടെ പേരിൽ സലാത്തും സലാമും പറയേണ്ടതില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇങ്ങനെയും പറഞ്ഞേക്കാം. എന്താണ്? അസ അൻ യുൻകിറ തശഹുദ ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ തശഹുദ് തന്നെ വേണ്ടതില്ല എന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞതേ അംഗീകരിക്കാൻ പാടുള്ളൂ. ഖുർആനിൽ പറയാത്തൊരു കാര്യം ഹദീസ് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹം ഇങ്ങനെയും നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണ്? തശഹുദ് തന്നെ വേണ്ട. കാരണം എന്താ? ഖുർആനിൽ തശഹുദ് വരണോ? കാര്യത്തിൽ ഖുർആനിൽ 3 കാര്യമേ പറഞ്ഞുള്ളൂ: ഖിയാം, റുക്കൂ, സുജൂദ്. അപ്പൊ കുറച്ചേരം നിൽക്കുക, കുറച്ചേരം കുനിഞ്ഞിക്കുക, കുറച്ചേരം സുജൂദ് പോവുക. എഴുത്തുതാലില്ല, ഇടയിലിരുത്തല്ല. 2 സുജൂദ് പറഞ്ഞില്ല, സുജൂദിന് അപ്പൊ ഒരു സുജൂദ് ചെയ്താൽ മതി. പിന്നെ റക്കഅത്തിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. ളുഹർ 4, മഗ്രിബ് 3, അസർ 4, ഇശാ 4, സുബഹ് 2, ഈ എണ്ണവും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾ കുറച്ചേരം നിന്നു, കുറച്ചേരം കുനിഞ്ഞു, ഒരൊറ്റ സുജൂദ് ചെയ്താൽ സ്കരൈ അത്തയ്യാത്തും വേണ്ട, സലാം വീട്ടലും വേണ്ട. പിന്നെ എന്ത് പറയണം? അത് ഖുർആനിൽ പറഞ്ഞോ? ഫാത്തിഹ പറഞ്ഞോ? ഖുർആനിൽ നിസ്കാരത്തിൽ ഫാത്തിഹ ഒന്ന് ഖുർആനിൽ കൽപ്പനുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ഉണ്ടാകുക? പിന്നെ ചേകന്റെ സ്ഥാനത്ത് കത്തും, എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ മതി അല്ലെ? ചില ആംഗ്യം കൊണ്ട് നമസ്കാരമായി എന്ന് പറയേണ്ടി വരും. അതുപോലെ ഒരു പക്ഷേ അദ്ദേഹം ഇനി വേറെ ചില കാര്യങ്ങൾ നിഷേധിച്ചേക്കാം. അതെന്താ? അൻകറ അലൽ ഹായിദി തർക സ്വലാത്തി വസ്സൗം ഫീ ഹൈലിഹ بدعوى أن الله تعالى لم يذكر التشهد في القرآن وإنما ذكر القيام والركوع والسجود فقط وأنه تعالى لم يسقط في القرآن الصلاة والصوم عن الحائل. ആർത്തവകാരിയായ പെണ്ണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ആർത്തവമുള്ളപ്പോൾ നമസ്കരിക്കാൻ പാടില്ല. നമസ്കരിക്കേണ്ടതില്ല എന്നല്ല, നമസ്കരിക്കാൻ പാടില്ല, നോമ്പ് നിൽക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ 2 കാര്യങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആർത്തവകാരികൾ നോമ്പ് നിൽക്കണം, ആർത്തവകാരികൾ നമസ്കരിക്കണം എന്നും ഇയാൾ പറയാൻ സാധ്യതയുണ്ട്. കാരണം ഖുർആനിൽ ആർത്തവകാരി നിസ്കരിക്കേണ്ടത് പറഞ്ഞിട്ടില്ല, നോമ്പ് നിൽക്കണം പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആനിൽ പറയാത്ത ഖുർആനെതിരായ ഹദീസുകൾ തള്ളേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി മുജാഹിദുകളിൽ തന്നെ പെട്ട ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരം വാദങ്ങളിലേക്ക് പോയാൽ ഇസ്ലാമിലെ പലതും വേണ്ട എന്ന് വെക്കേണ്ടി വരും. ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ ഫഖദ് ളല്ലു ളലാലൻ ബഈദ, ഇവർ അതിവിദൂരമായ വഴികേടിൽ അകപ്പെട്ടിരിക്കുന്നു. വഹറജു അൻ ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിംകളുടെ ജമാഅത്തിൽ നിന്ന് അവർ പുറത്തു പോവുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പുറത്താണ്. ഖുർആൻ മാത്രം മതി, അല്ലെങ്കിൽ ഖുർആനിലുള്ളതേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, ഖുർആനിന്റെ പുറത്ത് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത് ഖുർആൻ വിശദീകരിച്ചു കൊടുക്കാനാണ്. ആ വിശദീകരണം എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസുകളാണ്. ആ ഹദീസ് വേണ്ട എന്നിടത്തേക്കെത്തും. അപ്പൊ ഇത് വളരെ ആശ്ചര്യകരമായ ഒരു വാദം എന്ന നിലക്കാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു അപകടത്തിലേക്ക് ആളുകൾ ചെന്നെത്തിയത് ഖുർആൻ മനസ്സിലാക്കാൻ ഭാഷ മാത്രം മനസ്സിലായാൽ മതി, അതിനപ്പുറത്ത് ഹദീസ് വേണ്ടതില്ല എന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. ഖുർആൻ മനസ്സിലാക്കാൻ അറബി ഭാഷ അറിഞ്ഞാൽ മാത്രം മതി, എന്ത് വേണ്ട, സുന്നത്തൊന്നും പഠിക്കേണ്ടതില്ല. കാരണം ഖുർആൻ അറബിയിൽ ഇറങ്ങിയതാണ്. അറബി അറിയുന്ന ആർക്കും ഹദീസ് നോക്കാതെ തന്നെ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോഴല്ല, പണ്ടും ഈ വാദമുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി ഇത് പറയുന്നത്. ഇതുപോലെ ഹദീസ് അറബി ഭാഷയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആളുകളിൽപ്പെട്ട
വ്യാകരണ പണ്ഡിതന്മാരിൽ ഒരാളാണ് സീബവൈഹി എന്ന് പറയുന്ന ആൾ. ഇപ്പൊ കർമ്മശാസ്ത്രത്തിൽ ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നൊക്കെ പറയുന്നത് പോലെ 4 മദ്ഹബിന്റെ ഇമാമുകൾ പറയുന്നത് പോലെ നഹ്വിന്റെ അകത്തുണ്ട് ചർച്ച. കൂഫക്കാരും ബസറക്കാരും 2 ഗ്രൂപ്പാണ്. ഓരോന്നിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ ഇമാം ഷാഫി എന്ത് പറഞ്ഞു, ഇമാം അബൂ ഹനീഫ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ഭാഷയിൽ ഇന്ന നിയമം ഇത്, അതിന് വേറൊരു വിഭാഗം അതിനെതിരെ പറയും ചില വിഷയങ്ങളിലൊക്കെ. ഇപ്പൊ ഈ അടുത്ത ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതനാണെങ്കിൽ പോലും അയാൾ ഭാഷ മാത്രം പോരാ, എന്ത് വേണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് മനസ്സിലാക്കാതെ അത് ഉപയോഗപ്പെടുത്താതെ ഖുർആൻ മനസ്സിലാക്കാം എന്ന് പറയുന്നത് വളരെ പിഴച്ച വാദമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഇന്നും നമ്മുടെ നാട്ടിലും പ്രസക്തമായ ഒരു വാദമാണ്. ഖുർആനെതിരായ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഖുർആനിൽ പറയാത്ത ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാരോ കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട, ഖിയാമും റുക്കൂഉം സുജൂദും മാത്രം മതി എന്ന് പറയേണ്ടി വരും. അതുപോലെ ഇപ്പറഞ്ഞ കാര്യങ്ങൾ വേണ്ട നോക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. യാത്രയിൽ നമസ്കാരം ഖസ്റാക്കുക എന്ന് പറയുന്നത് ഖുർആനിലുണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞത് എപ്പോഴാ? ഭയപ്പാടുണ്ടാകുമ്പോൾ, എന്താണ്, യുദ്ധം അല്ലെങ്കിൽ മുമ്പിൽ ശത്രുക്കളുണ്ട്, ആക്രമണം ഉണ്ടാകും എന്ന് ഭയപ്പെടുമ്പോൾ മാത്രമേ കസറാക്കാൻ പാടുള്ളൂ. ആ സന്ദർഭത്തിലാണ് കസറാക്കാൻ ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഖുർആനെതിരായ ഹദീസുകൾ പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരെ അനങ്ങിയ കസറാക്കും. 2 കിലോമീറ്റർ അപ്പുറം പോയാൽ കസറാക്കും. അവിടെ ഒന്നും വിഷയമല്ല. അപ്പൊ എന്താ, ഖുർആൻ എതിരായ ഹദീസാണ് ഒഴിവാക്കണമെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാതെ കസർ പാടില്ല എന്ന് പറയണം. അതിനെതിരായ ഹദീസൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പറഞ്ഞ 2-3 കാര്യങ്ങളല്ല 10-20 വിഷയങ്ങൾ ഒഴിവാക്കേണ്ടി വരും ഈ പറഞ്ഞ ആളുകൾ. അപ്പൊ ഞാൻ അതിലേക്ക് പോകില്ല. ഇത് അപകടകരമായ ഒരു വാദമാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്, നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുക എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എങ്കിലും ആ സലാത്തും സലാമും നബിയുടെ പേരിൽ മാത്രം പോരാ, നബിയുടെ കുടുംബം അവരുടെ പേരിലും ചെല്ലേണ്ടതുണ്ട്. എങ്കിലേ അത് സലാത്താവുകയുള്ളൂ എന്നതാണ്. 3-ാമത്തെ കാര്യം, ഇവിടെ 3 പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് 1-2 വിഷയം പറഞ്ഞുകൊണ്ട് നേരത്തെ 1, 2, 3 എണ്ണിയിട്ടുണ്ട്. അപ്പൊ 4-ാമത്തെ വിഷയം ഇതിൽ കൊടുത്ത 3-ാമത്തെ നമ്പർ, നേരത്തെ വായിച്ചുപോയ 7 രൂപങ്ങളിൽ ഒരൊറ്റ റിവായത്തിൽ പോലും സ്വലാത്ത് ചെല്ലുമ്പോൾ സയ്യിദിന എന്ന ഒരു വാക്ക് ഇല്ല. സാധാരണ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളുടെ സയ്യിദായ മുഹമ്മദ് നബിക്ക് അള്ളാഹുവെ നീ സ്വലാത്തും സലാമും നൽകണമേ, കൊടുക്കണമേ എന്ന് പറയുന്നത്. ഒരൊറ്റ റിവായത്തിലും നേരത്തെ വായിച്ച 7 എണ്ണത്തിലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊരു ഒരൊറ്റ റിവായത്തിൽ പോലും അതിൽ നിന്നില്ല. ഇനി വേറെ ഏതെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നാൽ നബിയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്തിന്റെ ഒരൊറ്റ രൂപത്തിലും സയ്യിദിന എന്ന ഒരു വാക്കില്ല. അപ്പൊ നബി സയ്യിദാണോ അല്ലേ അത് വേറെ വിഷയം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ സലാത്ത് ചെല്ലാൻ പാടുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് സലാത്ത് പഠിപ്പിച്ചു തന്നു എന്നത് നേരത്തെ വായിച്ച ഹദീസുകളുടെ ചിലതിന്റെ തുടക്കത്തിൽ സഹാബിമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഖുർആനിലെ ആയത്തുകൾക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. ആ ആയത്തുകൾ എങ്ങനെ പഠിപ്പിച്ചുവോ അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തത്. ആ പഠിപ്പിച്ച രീതികളിൽ ഒന്നും തന്നെ ഈ പറയുന്ന സയ്യിദിന എന്നില്ലാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചുവോ അങ്ങനെയാണ് ചൊല്ലേണ്ടത്. നേരത്തെ വായിച്ചുപോയ 2 റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചതിന് ഉത്തരമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത റിപ്പോർട്ടുകളിൽ സയ്യിദിന എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഈ സയ്യിദിന എന്ന് സാധാരണയായി നമസ്കാരത്തിലെ സലാത്തിൽ പോലും, ഇവിടെ നമസ്കാരമല്ലാത്തതിൽ ചില ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം. നമ്മുടെ ചർച്ച ഇവിടെ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് ഈ സയ്യിദിന ചേർക്കേണ്ടതുണ്ടോ ഇല്ലേ. കൂടുതലായും ഇത് പറയുകയും അങ്ങനെ വേണമെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാരാ? നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സമസ്തയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു വാചകം ഇവിടെ താഴെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹദീസും ഫിഖ്ഹും രണ്ടും മനസ്സിലാക്കിയ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. പിൽക്കാലത്ത് ഷാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചെല്ലുമ്പോൾ സയ്യിദിന എന്ന് ചേർക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ തന്നെ, ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ തന്നെ വാചകം ഇവിടെ തെളിവായി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഇക്കാര്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന മുലാസിമൻ ലിബ്നി ഹജർ, ലാസം എന്ന സംഗതിയോട് ഒട്ടിച്ചേരുക, ചേർന്ന് നിൽക്കുന്നതാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ കൂടെ നടന്നിരുന്ന മുഹമ്മദ് അൽ ഹാഫിദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖറാബീലി എന്ന് പറയുന്ന പണ്ഡിതൻ
അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ, അതായത് എന്റെ കയ്യെഴുത്ത് കോപ്പിയാണ്, അതിൽ നിന്നാണ് ഈ കാര്യം ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്കലാനിയോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടു, അദ്ദേഹം എന്നെ മറുപടി കൊടുത്തു. എന്താണത്? അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, നമസ്കാരത്തിലാകട്ടെ, നമസ്കാരത്തിന് പുറത്താകട്ടെ, അതായത് നമസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ അല്ലാത്ത സമയത്ത് ചെല്ലുകയാകട്ടെ, അത് നിർബന്ധമായി ചെല്ലുന്നതാകട്ടെ, സുന്നത്താണ് എന്ന നിലക്ക് ചെല്ലുന്നതാകട്ടെ, എന്ന് പറഞ്ഞാൽ നബിന്റെ പേര് കേട്ടാൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം, നമസ്കാരം ചെല്ലണം, അത് നിർബന്ധമാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഒരാൾക്ക് നബിന്റെ പേരിൽ സ്വലാത്തെല്ലാം, വെള്ളിയാഴ്ച ദിവസം നബിന്റെ പേരിൽ സ്വലാത്തുന്നത് ചെല്ലുന്നത് പ്രത്യേകം ഹദീസുകളിൽ പ്രതിഫലം പറയപ്പെട്ട കാര്യമാണ്. അതാണ് ഇവിടെ നിർബന്ധമായി ചെല്ലുന്ന സ്വലാത്താണെങ്കിലും, സുന്നത്ത് എന്ന നിലക്ക് ചെല്ലുന്ന സ്വലാത്താണെങ്കിലും, നമസ്കാരത്തിന്റെ ഉള്ളിൽ ചെല്ലുന്ന സ്വലാത്താണെങ്കിലും, നമസ്കാരത്തിന് പുറത്ത് ചെല്ലുന്ന സ്വലാത്താണെങ്കിലും, ആ സ്വലാത്തിൽ സിയാദത്ത്, അതായത് സയ്യിദ്, സയ്യിദിന എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ പറയൽ ഷർത്താണോ? ഷർത്താണെന്ന് വെച്ചാൽ എന്താ? സയ്യിദിന എന്ന് പറഞ്ഞാലേ സലാത്താകുള്ളൂ എന്നാണോ? ഉദാഹരണത്തിന് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഔ അലാ സയ്യിദിൽ ഖൽഖി അലാ സയ്യിദി വുൽദി ആദം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇതിലൊക്കെ എന്താണ്? സയ്യിദ്, ഞങ്ങളുടെ സയ്യിദ്, സൃഷ്ടികളുടെ സയ്യിദ്, ആദമിന്റെ മക്കളിൽ സയ്യിദ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ പറയേണ്ടതുണ്ടോ? അത് ഷർത്താണോ? അതല്ല, ഒരാൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അവിടെ സിയാദത്തിന്റെ സയ്യിദാണ് എന്ന ഒരു പദവും കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരാൾ സയ്യിദിന എന്ന് പറയാതെ സലാത്ത് ചെല്ലിയാൽ സലാത്താകുമോ? ഇനി അടുത്ത ചോദ്യം എന്താ? ഒരാൾ സയ്യിദിന ചേർത്തുകൊണ്ട് പറയുന്നു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൊന്നും സയ്യിദിന വന്നിട്ടില്ലാത്തത് കൊണ്ട് സയ്യിദിന പറയാതെ സലാത്ത് ചെല്ലുന്നു. ഇതിലേതാണ് അഫ്ളൽ? ഒന്ന്, സയ്യിദിന എന്ന് ചേർക്കൽ നിർബന്ധമാണോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സയ്യിദിന ചേർത്ത് ഒരാൾ പറയുന്നു, സയ്യിദിന ചേർക്കാതെ വെറും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു. ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠം? രണ്ട് ചോദ്യമുണ്ട്. ഇത് രണ്ടിനും ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി നൽകിയിട്ടുള്ള മറുപടിയായി അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ഈ പറയുന്ന മുഹമ്മദ് ഇബ്നു മുഹമ്മദ്, മൂന്ന് പേരും മകൻ, ബാപ്പ, വല്യാപ്പ, മൂന്ന് മുഹമ്മദാണ്. മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അദ്ദേഹം പറയാൻ, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പദങ്ങൾ എന്താണോ അത് സ്വീകരിക്കുക, പിൻപറ്റുക എന്നതാണ് ഏറ്റവും മുൻഗണനയർഹിക്കുന്ന വിഷയം. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദന എന്ന് പറയാതിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളിമ കൊണ്ടാണ് എന്നൊരാൾ പറഞ്ഞാൽ അതുപോലും ശരിയല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ്. സയ്യിദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ സയ്യിദാന്ന് നബി എന്ന് പറയുമ്പോ അതൊരു അഹങ്കാരമായി പോവോ? എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ വിനയം കൊണ്ടാണ് നബി സയ്യിദന എന്ന് പറയാതിരുന്നത്. നബി സയ്യിദനാണ്, പക്ഷെ അത് പറയുമ്പോ ഒരു കിബർ കൂടിപ്പോകോ എന്ന നിലക്ക് പറയാതിരുന്നതാണ് എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് ഇബ്നു ഹജറിന്റെ വാദം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സലാത്ത് ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പേര് പറയുമ്പോൾ നബി സലാത്ത് പറഞ്ഞിട്ടില്ല. നബി നിസ്കാരത്ത് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. കാരണം എന്താ? ബാക്കിയുള്ളവർക്ക് മാത്രമുള്ള കൽപ്പനയല്ല, നബിയോടുള്ള കൽപ്പനയാണ്. പക്ഷെ നബിന്റെ പേര് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് എന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തതുപോലെ വിനയം കൊണ്ട് പറയാതിരുന്നതായിരിക്കാം എന്ന് പോലും പറയാൻ പറ്റൂല. കാരണം എന്താ? നബി പഠിപ്പിച്ച സലാത്തിലൊക്കെ സയ്യിദിനെ ഇല്ലാതെയാണ് പഠിപ്പിച്ചത്. അപ്പൊ അത് വിനയം കൊണ്ടല്ല, അത് വേണ്ട എന്നതുകൊണ്ടാണ്. ഇനി അങ്ങനെ പറയൽ, സയ്യിദിന എന്നുകൂടി കൂട്ടിച്ചേർക്കൽ നല്ല കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇക്കാര്യം നമ്മളെക്കാൾ മുമ്പേ ചെയ്യുക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും ആ സഹാബത്തിനെ പിന്തുടർന്നു വന്നിട്ടുള്ള താബിഈങ്ങളുമാകുമായിരുന്നു. എന്നാൽ ഒരൊറ്റ സഹാബിയിൽ നിന്നും ഒരു താബിയിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തിൽ പോലും അങ്ങനെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആരാ അഭിപ്രായമാണ്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ സ്വന്തം വാദമല്ല, ഷാഫിഈ മദ്ഹബിന്റെ ഇമാമായി അറിയപ്പെടുന്ന ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ, ആ പുസ്തകം എന്ന് പറയുന്നത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ അറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിന്റെ ആധികാരിക അവലംബ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിന്റെ മുഖവുരയിൽ സാധാരണ പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ അവിടെ ബിസ്മി, ഹംദ്, സലാത്തൊക്കെ ഉണ്ടാവുമല്ലോ. ആ സ്ഥലത്ത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുള്ളത്, എഴുതിയതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേട്ട ആളുകൾ പകർത്തി എഴുതിയത്, അങ്ങനെയുള്ള പണ്ടുള്ള ആളുകളൊക്കെ ഗ്രന്ഥങ്ങൾ സ്വന്തം എഴുതിയതാവില്ല, പറയുന്നതൊക്കെ ശിഷ്യന്മാർ എഴുതുക. അങ്ങനെയാണ് പുസ്തകം ഇന്നുണ്ട്. അങ്ങനെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നാണ്. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ മുഖവുരയിൽ നബിന്റെ പേര് സലാത്ത് ചൊല്ലിയപ്പോൾ അവിടെ സയ്യിദന മുഹമ്മദ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ മാത്രം അദ്ദേഹം പരിമിതപ്പെടുത്താനുള്ള കാരണം, മുമ്പ് വന്നിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അതിലൂടെ അദ്ദേഹം ഇജ്തിഹാദ് നടത്തി മനസ്സിലാക്കിയതിന്റെയും അടിസ്ഥാനത്തിലാണ് സയ്യിദിനെ ചേർക്കാതെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? സഹാബത്തോ പൂർവികരോ താബീങ്ങളോ ആരും വന്നിട്ടില്ല, ഒരൊറ്റ സ്ഥലത്ത് പോലും സയ്യിദിനെ ചേർത്തിട്ടില്ല.
അപ്പൊ അതാണ് ശരി എന്ന് ഇമാം ഷാഫിഈ മനസ്സിലാക്കി എന്നതാണ് ഇബ്നു ഹജർ അസ്കലാനി ഇമാം ഷാഫിയെ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസുകളിൽ പറഞ്ഞതനുസരിച്ചും ഇമാം ഷാഫിഈ ഇതിൽ പരിമിതപ്പെടുത്തിയതാകാം. പിന്നെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ഖാളി ഇയാദ്. ഖാളി ഇയാദ് എന്ന പണ്ഡിതൻ ഇതും അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിന്റെ ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിനെ സംബന്ധിച്ച്, നബിയുടെ പേരിലുള്ള സ്വലാത്തിനെ സംബന്ധിച്ച് തന്റെ അശ്ശിഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികളും താബീങ്ങളും ഒക്കെ പറഞ്ഞതായി മറ്റും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ നൽകിയിട്ടുണ്ട്, സ്വലാത്തിന്റെ രീതികൾ. അതിലൊന്നും എന്തില്ല, സയ്യിദിന എന്ന് ചേർത്തിട്ടില്ല. അപ്പോ ഇബ്നു ഹജർ അസ്കലാനി ഇമാം ഷാഫിയെ ഉദ്ധരിക്കുന്നു. അതുപോലെ തന്നെ ഖാളി ഇയാദ് എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ നബിയുടെ പേരിലെ സലാത്തിനെ സംബന്ധിച്ച അധ്യായം, അതിൽ സഹാബികളുടെ താബീകളുടെ സലാത്തുകൾ ഉദ്ധരിക്കുന്നു. അതിലൊന്നും, അതായത് നബി പഠിപ്പിച്ചതല്ല കേട്ടോ, വേറെ പല വാചകങ്ങളിലും ഉപയോഗിച്ചുകൊണ്ട് നബിയുടെ പേരിൽ സലാത്ത് പറഞ്ഞത്, അവിടെ പോലും എന്ത് ചെയ്തിട്ടില്ല, സയ്യിദിന എന്ന് ചേർത്തിട്ടില്ല. ഞാനിവിടെ അതിന്റെ റിവായത്ത് വായിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 2 റിവായത്ത് വായിക്കുന്നുണ്ട് നബിന്റെ പേരിലെ സലാത്തിന്റെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ. അത് 2 റിവായത്തിലും എന്തില്ല, സയ്യിദിന എന്ന് ചേർത്തിട്ടില്ല. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് നബിയിൽ നിന്നുള്ള സലാത്തിന്റെ രൂപങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സഹാബിയാണ്, നേരത്തെ നമ്മൾ വായിച്ചു. ആ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അല്ലാഹുമ്മ ജഅൽ സലവാതിക വ ബറകാതിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സലാത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലും നബിയെ സയ്യിദിന എന്ന് പറഞ്ഞിട്ടില്ല. അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക്, നിന്റെ അടിമയും ദൂതനുമായ മുഹമ്മദിന് എന്നേ പറഞ്ഞിട്ടുള്ളൂ, സയ്യിദിന എന്ന് പറഞ്ഞിട്ടില്ല. ഹസൻ ബസ്രി റഹിമഹുല്ലയിൽ നിന്ന് ഒരു സലാത്ത് ഈ പുസ്തകത്തിൽ ഖാളി ഇയാദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 വരി കൊടുത്തിട്ടുണ്ട്. ആ സലാത്തിലും എന്തില്ല, നബിയുടെ പേരിൽ സയ്യിദിന എന്ന് സലാത്തിനോടൊപ്പം ചേർത്തിട്ടില്ല. പിന്നെ ഇതിനൊക്കെ പുറമെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഉദ്ധരിച്ച, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വലാത്ത്, അതിലൊരു റിപ്പോർട്ടിൽ വ ബറകാതിക അലാ സയ്യിദിൽ മുർസലീൻ എന്നൊരു റിപ്പോർട്ട് കാണാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറഞ്ഞപ്പോ സയ്യിദിൽ മുർസലീൻ എന്ന് പറഞ്ഞു എന്ന ഒരു ഹദീസ് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് സ്വഹീഹല്ല, അതിന്റെ സനദ് ദഈഫാകുന്നു. അപ്പോ ഒറ്റ സഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഇങ്ങനല്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ ആ റിപ്പോർട്ട് എന്താണ്, ദഈഫാണ്. അപ്പൊ സ്വഹീഹായ ഒരു റിപ്പോർട്ടും നബിയിൽ നിന്നോ സഹാബികളിൽ നിന്നോ താബീങ്ങളിൽ നിന്നോ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഇവിടെ ഉദ്ധരിക്കാൻ. ദൊക്കാര ഇമാം ഷാഫിഈ പറഞ്ഞതായി ഈ പറഞ്ഞ മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ആള് എഴുതിയ വാചകത്തിലാണ് ഈ പറയണമൊക്കെ. ഇബ്നു ഹജർ അസ്കലാനിയോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വാചകങ്ങൾ. അതിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ സത്യം ചെയ്തു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലും എന്നൊരാൾ സത്യം ചെയ്തു പറഞ്ഞാൽ, പിന്നെ നോമ്പ് വിൽക്കാനൊക്കെ നേർച്ചാക്കുമല്ലോ, ധർമ്മം ചെയ്യാൻ നേർച്ചാക്കുക, അതുപോലെ ഒരാൾ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തു ഞാൻ നബിയുടെ പേരിൽ ഇത്ര സലാത്ത് ചെല്ലും എന്ന് അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ അയാൾ എന്താ സത്യം ചെയ്തത്? സലാത്തിലൊന്നല്ല, അഫ്ളല സ്വലാത്ത്, നബിയുടെ പേരിലുള്ള സ്വലാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചെല്ലും എന്നൊരാൾ സത്യം ചെയ്തു പറയുകയാണെങ്കിൽ അയാൾ സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ള ആ സ്വലാത്ത് ശരിയാകണമെങ്കിൽ എങ്ങനെ പറയണം? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയണം. സയ്യിദിനെ ചേർത്താൽ എന്താവൂല, അഫ്ളലു സ്വലാത്താവൂല. കാരണം സയ്യിദിന എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ സയ്യിദിനെ ചേർത്തിട്ടല്ല ചെല്ലേണ്ടത്, ചേർക്കാതെയാണ് ചെല്ലേണ്ടത്. പറഞ്ഞവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വസ്സവാബുല്ലദി യംബഗിൽ ജസ്മു ബിഹി അൻ യുഖാല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. അങ്ങനെ ബാക്കി കൊടുക്കുകയാണ്. ഇതേ കാര്യം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞ അതേ കാര്യം. ഒരാൾ ഞാൻ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാൻ നേർച്ചയാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര സലാത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് പാലിച്ചവനാകണമെങ്കിൽ സയ്യിദിനെ ചേർക്കാതെ പറയേണ്ടതുണ്ട്. ഇവിടെ തുടങ്ങിയപ്പോ തന്നെ ആ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? നമസ്കാരത്തിലാകട്ടെ, നമസ്കാരത്തിന് പുറത്താകട്ടെ, സുന്നത്തെന്ന നിലക്കാകട്ടെ, നിർബന്ധ നിലക്കാകട്ടെ, എങ്ങനെ സലാത്ത് ചെല്ലുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ആ റിവായത്തനുസരിച്ച് തന്നെ സലാത്ത് ചെല്ലണം. ഈ കാര്യം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിലെവിടെയും പണ്ഡിതന്മാരാരും തന്നെ ആരിൽ നിന്നും സയ്യിദിന എന്ന വാക്ക് ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ് ഏതൊരു വിഷയത്തിലും എന്ന പോലെ സലാത്ത് ചെല്ലുന്ന വിഷയത്തിലും ഏറ്റവും ഗുണകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ മറുപടി അവസാനിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഇബ്നു ഹജർ അസ്കലാനിയിൽ നിന്ന് ഉദ്ധരിച്ച വാചകങ്ങളാണ്. എന്നിവിടെ ഷെയ്ഖ് അൽബാനി ഈ മറുപടിക്ക് ശേഷം ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞ ഈ കാര്യം, അതായത് സ്വലാത്ത് ചെല്ലുമ്പോൾ സയ്യിദിന
അല്ലെങ്കിൽ സയ്യിദുൽ ഖൽഖി എന്നോ സയ്യിദ് ഉൽദി ആദമിന്റെ മക്കളുടെ നേതാവ്, ഇങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും നബി സയ്യിദാണ് എന്ന് പറയുന്ന ഏത് പ്രയോഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ എവിടെയും ഇല്ലാത്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഭിപ്രായമാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണവും. അതുകൊണ്ട് അതാകുന്നു മുറുകെ പിടിക്കേണ്ടത്. കാരണം എന്താ? സൂറത്ത് ആല ഇമ്രാനിലെ 31-ാമത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. ആരെ? നബിയെ പിൻപറ്റുക. നബിയെ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ ഹുബ്ബ്, സ്നേഹം കിട്ടും എന്ന് പറയുന്ന ആയത്ത് കൂടി ഇവിടെ തെളിവായി ഉദ്ധരിക്കുന്നത് കാണാം. അതേപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അർ-റൗള ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു വാചകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തിൽ ഏറ്റവും പരിപൂർണമായത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയലാണ്. എന്ന് പറഞ്ഞാൽ സയ്യിദിനെ ചേർക്കാതെ പറയലാണ്. അപ്പൊ ഈ പറഞ്ഞ ഇമാം ഷാഫിഈ, ഇമാം നവവി, ഇബ്നു ഹജർ അസ്ഖലാനി, അതുപോലെ തന്നെ ഖാദി ഇയാദ്, ഇതൊക്കെ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ ഒരു സംശയത്തിന് വകുപ്പില്ലാത്ത നിലക്ക് കൃത്യമായി പറഞ്ഞു സയ്യിദിനെ ചേർത്ത് പറയാതിരിക്കലാണ്. മാത്രമല്ല, ഞാൻ നബിയുടെ സ്വലാത്ത് ചെല്ലുന്നിട്ട് നേർച്ചയാക്കിയാൽ സയ്യിദിനെ ചേർക്കാതെ പറയണം, എന്നാലേ അവൻ ആ സത്യം പാലിച്ചവനാകുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും നബിനെ സയ്യിദായി അംഗീകരിക്കാത്തവരാണ് എന്ന് ഇത് ചെല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നബി സയ്യിദ് അല്ലാത്തത് കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാ പറയാത്ത? അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല. നബി പഠിപ്പിച്ചിരുന്നു നിർത്തണം, അന സയ്യിദു ഉൽദി ആദം, ആദമിന്റെ മക്കളുടെ സയ്യിദാണ് ഞാൻ എന്നൊക്കെ പറയുന്ന റിവായത്തുകൾ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം നബി സയ്യിദ് അല്ല എന്നല്ല, സയ്യിദാണ്. പക്ഷേ ഇബ്രാഹിമി സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വകയായി കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അത് പുതിയതുണ്ടാക്കലാണ്. നാലാമത്തെ കാര്യം 4 അല്ലെങ്കിൽ 5 എന്താണ്? നേരത്തെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. 7 റിവായത്ത് പറഞ്ഞാൽ 1ഉം 4ഉം റിവായത്തുകൾ, അതാണ് സലാത്തിന്റെ 7 റിവായത്തുകളിലെ രൂപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇതിന്റെ ഉത്തരം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്പറിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ട് പറയാൻ, നബിയോട് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള മറുപടിയാണ്. ബാക്കിയുള്ളതോ നബി പഠിപ്പിച്ചു കൊടുത്തതാണ്. ചോദിക്കാതെ പറഞ്ഞതും ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുത്തു, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്തായിരിക്കും? നബി ഏറ്റവും ശ്രേഷ്ഠമായതാണ് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ 1ഉം 4ഉം രൂപം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മറുപടിയായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ 2 രൂപങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്നതാണ് ഇവിടെ പറയുന്ന 4ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ പോയിന്റ്. അതിന് തെളിവായി ഇമാം നവവി അദ്ദേഹത്തിന്റെ അർ-റൗളയിൽ ഉദ്ധരിച്ച വാചകങ്ങളും അതുപോലെ തന്നെ ഹൈത്തമി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതുമായ വാചകങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുകൊണ്ട് രണ്ടാമത് ആവർത്തിക്കുന്നില്ല. 5ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ കാര്യം, ഈ പറയുന്ന വ്യത്യസ്ത രൂപങ്ങൾ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരൊറ്റ നമസ്കാരത്തിൽ ചെല്ലാൻ പാടില്ല എന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ദുആഉൽ ഇസ്തിഫ്ത, പ്രാരംഭ പ്രാർത്ഥന, അതുപോലെ തന്നെ റുക്കൂയിലുള്ള ദിക്റുകൾ, സുജൂദിലുള്ളത്, ഇടയിലിത്തത്തിലുള്ളത്, ഇതിലൊക്കെ ഒന്നിലധികം രൂപങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ആ രൂപങ്ങൾ എല്ലാം കൂടി ഒരു സമയത്ത് ചെല്ലാൻ പറ്റൂലേ? അതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരി ഏതാണ്? ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു രൂപം മാത്രം പറയുക. ഇപ്പൊ വജ്ജഹത്തു, പിന്നെ അല്ലാഹുമ്മ വഅദ് ബൈനി, അങ്ങനെ 2 3 സമയത്ത് ചെല്ലാൻ പറ്റൂല. അതേപോലെ ഇവിടെ ഈ സ്വലാത്ത് 6 രൂപം കൂടി ഒരാൾ കുത്തി അങ്ങനെ ചെല്ലാൻ പറ്റുമോ? നിസ്കാരത്തിൽ സമയമുണ്ടെങ്കിൽ പറ്റൂല. ഒന്ന് ഒരു സമയത്ത് ചെല്ലുക, അടുത്ത തശഹുദിൽ മറ്റേ രൂപം ചെല്ലുക, അങ്ങനെ മാറി മാറി ചെല്ലുക എന്നല്ലാതെ എല്ലാം കൂടി ഒരു സമയത്ത് ചെല്ലുക എന്ന് പറയുന്നത് മതത്തിൽ പുതിയ ബിദ്അത്ത് ഉണ്ടാക്കലാണ്. മാറി മാറി ചെല്ലലാണ് ഇതിൽ സുന്നത്ത്. ഈ കാര്യം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും മറ്റു പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6ാമത്തെ കാര്യം, സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല ഇന്ത്യക്കാരനാണ്. ലോകത്തറിയപ്പെട്ട അറബിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് സിദ്ദീഖ് ഹസൻ ഖാൻ. അദ്ദേഹത്തിന്റെ നുസുലുൽ അബ്റാർ ബിൽ ഇൽമിൽ മഗ്തൂരി മിനൽ അദ്ഇയത്തി വൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകത വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വാചകം അവിടെ കൊടുക്കാൻ, നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഗുണവും ഏറ്റവും അധികം അതിന് ഭാഗ്യം കിട്ടിയത് ആരാണ് എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ആ വാചകം? മുസ്ലിങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളുകൾ ഹദീസ് പണ്ഡിതന്മാരും ഹദീസിന്റെ റിപ്പോർട്ടർമാരായ ആളുകളുമാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ ഹദീസിന്റെയും മുന്നേ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് പറയുന്നു. അതായത് കാല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല റസൂലുള്ള അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കാല നബിയു എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോ ഏതൊരു ഹദീസിന്റെ അകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുണ്ടാവുമല്ലോ. അപ്പൊ നബി പറഞ്ഞു എന്നിട്ട് നബി പറഞ്ഞു എന്നതിൽ നിർത്താതെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക എന്നത് അവർ പതിവാക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ടോ ആ ഹദീസിന്റെ കൂടെയെല്ലാം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവർ
അതുകൊണ്ട് തന്നെ അവരുടെ നാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് പച്ച പിടിച്ചതായിരുന്നു. എന്നാ എപ്പോഴും ആ നനവ്, ആ സലാത്തിന്റെ നനവ് അവരിലുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥവും തന്നെ, അതുപോലത്തെ ഹദീസിന്റെ ദീവാനുകളായാലും അതിന്റെ വ്യത്യസ്തനങ്ങൾ, ഹദീസ് ഗ്രന്ഥത്തിൽ പല അത് ഉദ്ധരിക്കുന്ന രീതി, വിഷയത്തിന്റെ ഘടന എന്നൊക്കെ വെച്ചിട്ട് പല പേരുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോ ദീവാൻ, സ്വഹീഹ്, അതുപോലെ തന്നെ അൽ ജാമി, മുസ്നദ്, മുഅ്ജം, അജ്സാ, ഇങ്ങനെ പല രീതികളിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നുണ്ട്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ ആ പേരിൽ അറിയപ്പെടുന്നത്, മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പേരുകളിലൊക്കെ ഹദീസുകൾ അറിയപ്പെടുന്നു. ഏത് പേരുകളിൽ അറിയപ്പെട്ടതായിരുന്നാലും ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ചെറിയ പുസ്തകം എന്ന് പറയുന്നത് ഇമാം സുയൂത്തിയുടെ അൽ ജാമിഉൽ സഗീർ എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ കബീർ ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പൊ ജാമി എന്നുള്ളത് സഹീഹുൽ ബുഖാരി എന്നൊക്കെ പറയുന്ന പോലെ അൽ ജാമി എന്ന പോലെ അറിയപ്പെടും. അതിൽ അസ്സഗീർ, ചെറിയ ജാമി എന്ന ഗ്രന്ഥത്തിൽ 10,000 ഹദീസുകളുണ്ട്. ഈ ചെറിയ ബുക്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ്, അതിൽ 10,000 ഹദീസുണ്ട്. അപ്പോ അതിനേക്കാൾ വലിയ ഗ്രന്ഥങ്ങളിൽ എത്രയെത്ര ഹദീസുകൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർമാരും ഉദ്ധരിച്ചവരും അത് എഴുതി രേഖപ്പെടുത്തിയവരുമായ ഹദീസ് പണ്ഡിതന്മാരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുവാൻ ഭാഗ്യം കിട്ടുന്നവരും നബിയോടൊപ്പം ചേരാൻ ഏറ്റവും യോഗ്യരായ ആളുകളും. കാരണം ഇത് മറ്റാർക്കും കിട്ടാത്തൊരു സംഗതിയാണ്. ആ ഹദീസുകളിലൊക്കെ അത് എഴുതി രേഖപ്പെടുത്തി നബിന്റെ പേര് സലാത്തും സലാമും അർപ്പിച്ചു എന്നത്. ഈ ഹദീസ് പണ്ഡിതന്മാരെക്കാൾ നബിയുടെ അടുക്കലെത്താൻ യോഗ്യരായി ആരും ഉണ്ടാവുകയില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട വല്ല കാര്യവും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലാതെ. എന്നാൽ അങ്ങനെ ചെയ്യുക, ഈ ഹദീസ് പണ്ഡിതന്മാരെക്കാൾ നബിയോട് ഏറ്റവും അടുക്കുവാനും നബിയുടെ ശഫാഅത്ത് ലഭിക്കാനും ഭാഗ്യം കിട്ടുക എന്നത് ചെറിയ ഒരു പണിയല്ല. അതിന്റെ മുന്നിൽ എന്തുണ്ട്? ഹർത്തു അൽ ഖത്താദുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. ഇതൊരു പ്രയോഗമാണ്. ഹർത്തുൽ ഖതാന. ഹർത്ത എന്ന് പറഞ്ഞാല് മുള്ളുള്ള കൊമ്പിൽ നിന്ന് ഇല പറിച്ചെടുക്കുക, അടിച്ചു പൊയ്ക്കല്ല. മുള്ളുള്ള കൊമ്പിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നതിനാണ് ഹർത്ത് എന്ന് പറയുക. ഖത്ത എന്ന് പറഞ്ഞാൽ നിറയെ മുള്ളുള്ള ഒരു മരത്തിന്റെ പേരാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ, കടലാസ് പൂ പറിക്കുക ലേശം പണിയാണ്. പൂ കിട്ടണമെങ്കിൽ മുള്ളിന് കുത്തുള്ള തന്നെ നമ്മുടെ നാട്ടിലും പ്രയോഗമായി പറയാറുണ്ട്. മുള്ളു കൊള്ളാതെ കടലാസ് പൂ പറിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ മുള്ളിന് കുത്ത് കിട്ടിയാലല്ലാതെ ഇല പറിക്കാൻ കഴിയില്ല. അപ്പൊ ഈ മുൾച്ചെടിയിൽ നിന്ന് ഇല പറിക്കുക എന്നൊരു പ്രയാസം ഇതിന്റെ മുന്നിലുണ്ട്. ഏതിന്റെ മുന്നിൽ? ഹദീസ് പണ്ഡിതന്മാർ എത്തിയ സ്ഥാനത്ത് എത്തണമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അപ്പൊ അതാ വലിയ ത്യാഗം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഖൈർ ഉദ്ദേശിക്കുന്ന മനുഷ്യ, രക്ഷ ഉദ്ദേശിക്കുന്ന മനുഷ്യ, നീ ഒന്നുകിൽ ധാരുടെ വാക്കാണ്, പിന്നെ സിദ്ദീഖ് ഹസൻ ഖാന്റെ വാക്കാണ്, നീ എന്ത് ചെയ്യണം? നീ ഒരു ഹദീസ് പണ്ഡിതനാകാൻ ശ്രമിക്കുക, നീ ഒരു മുഹദ്ദിസ് ആവുക. അല്ലെങ്കിൽ മുതത്തഫിലൻ അലൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നവനാവുക. തത്തഫല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്തിക്കണ്ണിയില്ലേ, ഇത്തിക്കണ്ണി എന്താണ്? സ്വയം വളരുന്ന സാധനമല്ല, മരത്തം പറ്റിപ്പിടിച്ച് അതിലേക്ക് വേര് ഉള്ളിലേക്ക് തൊലിനുപ്പടി ഇറക്കിയിട്ട് അതിന്റെ പോഷകാംശങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഇത്തിക്കണ്ണി ഉണ്ടാകുക. അതിനുപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഹദീസ് പണ്ഡിതനായിട്ടില്ലെങ്കിലും ഹദീസ് പണ്ഡിതന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുത്തനാകാൻ ശ്രമിക്കുക. അങ്ങനെ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്നിലേക്ക് തിരിച്ചു കിട്ടുന്ന ഇപ്പറയുന്ന ഗുണം നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഈ വാചകം കൊടുത്തതിന് ശേഷം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറയാണ്, ഇതിപ്പോ ഒരു സലാത്ത്, നബിന്റെ പേരിൽ നിസ്കാരത്തിൽ ചെല്ലുന്ന സലാത്തിനെ കുറിച്ച് പറയാതെ ഇവിടെ 6 അല്ലെങ്കിൽ 7 കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് സിദ്ദീഖ് ഹസൻ ഖാന്റെ ഈ വാചകം പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് അൽബാനി പറയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ അല്ലാഹുവെ നീ ഈ ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായി ഉൾപ്പെടുത്തണമേ. അവരാണല്ലോ ജനങ്ങളിൽ വെച്ച് റസൂലുള്ളാഹിയോട് ഏറ്റവും അടുത്തത്. എന്റെ ഈ കിതാബ് തന്നെ അതിനുള്ള തെളിവാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെന്നെന്താ? പിന്നെ ബുക്കിന്റെ പേരെന്താ? സിഫത്തു സലാത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ രൂപം. അത് എന്തുകൊണ്ടാ അങ്ങനെ ഒരു പുസ്തകം എഴുതി? നബി നിസ്കരിച്ചതുപോലെ നബിന്റെ നിസ്കാരം. ഇതുപോലെ ഷെയ്ഖ് അൽബാനിക്ക് ഹജ്ജിന്റെ പുസ്തകമുണ്ട്, ഹജ്ജത്തുൻ നബി. ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒന്നായി ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ വിഷയവും മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഒരു പുസ്തകം അദ്ദേഹം വെച്ചിട്ടുണ്ട്, ഹജ്ജത്തുൻ നബി. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നബിന്റെ പേരിലുള്ള സലാത്തിന്റെ ശ്രേഷ്ഠത വിശദീകരിച്ചു അങ്ങനെയുള്ള പുസ്തകത്തിന് തഹ്ഖീഖ് നടത്തിയ ഷെയ്ഖ് അൽബാനി ഒരു പുസ്തകം, അതും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കാണാം. അപ്പൊ അതുകൊണ്ട് ഞാനും അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാകുവാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളെയും ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലി നബിയോട് ഏറ്റവും അടുത്ത, നബിയുടെ ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും ഭാഗ്യം കിട്ടുന്ന ആളുകളുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ
ഒരു 3 വരി പദ്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏത്? ഹദീസുമായി ബന്ധപ്പെട്ട ആളുകളെ ശ്രേഷ്ഠത വിശദീകരിക്കാൻ. ദീനുൻ നബിയ്യി മുഹമ്മദിൻ അഖ്ബാറു നിഅമൽ മത്തിയ്യതു ലിൽ ഫതാ ആതാറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ ദീൻ എന്ന് പറയുന്നത് അഖ്ബാർ, അത് ഖബറുകളാണ്. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്താർത്ഥത്തിലാണ്, ഖബർ ഹദീസിൽ ഉപയോഗിക്കും. നബിയുടെ ദീൻ എന്ന് പറയുന്നത് ഹദീസുകളാണ്. എന്നെന്താ ഇന്നിപ്പോ ചില ആൾക്കാർ പറഞ്ഞെന്താ ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഹദീസ് വേണ്ടത്. ഇവിടെ എന്താ പറയുന്നത്? നബിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ഖബറുകളാണ്, ഹദീസുകളാണ്. ഒരു യുവാവിന് ഏറ്റവും നല്ല വാഹനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ്, അഥറുകളാണ്. ലാ തർഗബന്ന അനിൽ ഹദീസി വഅഹ്ലിഹി ഫർറഅയു ലൈലുൻ വൽ ഹദീസു നഹാറു. അതുകൊണ്ട് സഹോദര, നീ ഹദീസിനെ വെറുക്കരുത്, ഇഷ്ടപ്പെടാതിരിക്കരുത്. റഗീബ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, റഗീബ അൻ എന്നാൽ വെറുത്തു എന്നാണ്. ലാ തർഗബന്ന അനിൽ ഹദീസി വഅഹ്ലിഹി. ഹദീസിനെയും ഹദീസിന്റെ ആളുകളെയും നീ വെറുക്കരുത്. അഭിപ്രായം എന്ന് പറയുന്നത് രാത്രിയും ഹദീസ് എന്ന് പറയുന്നത് പകലുമാണ്. എന്നാ ഹദീസ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ഹദീസ് ഒഴിവാക്കിയിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞാലോ അത് ഇരുട്ടാണ്, രാത്രിയെ പോലെയാണ്. വലറുബ്ബമാ ജഹിലൽ ഫതാ അസറൽ ഹുദാ വശംസു ബാസിഗത്തുൻ ലഹാ അൻവാറു. സൂര്യൻ ഉദിച്ചുയർന്ന് പ്രകാശമുള്ളതായിരിക്കെ തന്നെ യുവാക്കളിൽ ചില ആളുകൾ മാർഗദർശനത്തിന്റെ അടയാളത്തെക്കുറിച്ച് അജ്ഞരായി മാറുന്നു. സൂര്യൻ ഉദിച്ചു വെളിച്ചമുള്ളതായിരിക്കെ എന്ന് പറഞ്ഞെന്താ? ലോകത്തെമ്പാടും സ്വഹീഹായ ഹദീസുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉണ്ടായിരിക്കെ തന്നെ പകലിൽ ഒരുത്തൻ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ കണ്ണാണതായി പോകുന്നത് പോലെയാണ് ഹദീസ് ഉണ്ടായിട്ടും അത് പിൻപറ്റാൻ ഭാഗ്യം കിട്ടാത്തവൻ എന്നാണ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഈ പദ്യം, ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യം പറഞ്ഞ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തേത് ഹദീസിനെയും ഹദീസിന്റെ ആളുകളെയും വെറുക്കരുത്. എന്നോ ഒരു ഹദീസ് ഓതിയാൽ ഞങ്ങൾക്ക് വേറെന്താ പറയുന്നത്? ഖുർആൻ ഉണ്ടോ? ഹദീസോ? അറിയാം. പിന്നെ ഒരു ഏതാണെന്താ അയാളെ കിടക്കണ്ട, ഹദീസല്ലേ, ഖുർആൻ ഉണ്ടോ പറയും. പിന്നെ ഇന്ന് ഈ ഓൺലൈൻ മുഫ്തിമാരും അങ്ങനെ പല ആളുകളും രംഗത്ത് വരുന്നത്, ഈ ആളുകളൊക്കെ പഴച്ച ഇസ്ലാമിന്റെ വാദങ്ങൾ പറയുന്നതും അതാണ് ഇസ്ലാം എന്ന് ആളുകളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഖുർആൻ മതി, ഹദീസ് വേണ്ടതില്ല. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഖുർആനും ഹദീസും സൂര്യപ്രകാശം പോലെ ഇവിടെ നിലവിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? ഇത് ചില ആളുകൾ കണ്ടെത്തുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവർ ഇരുട്ടിലാകുന്നു. വകദാലിക സന്നലഹുമുദ്ദുആ ഫീ ഹാദ തശഹുദ് വഗൈരിഹി. നബിയുടെ പേരിൽ സലാത്ത് ചെല്ലണം എന്ന് മാത്രമല്ല, തശഹുദിലും അല്ലാത്തപ്പോഴും ഈ പ്രാർത്ഥന നടത്തൽ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശരിയാക്കി എന്നാൽ സുന്നത്താകുന്നത് സുന്നത്താണ്, നിർബന്ധമായ സ്ഥലത്ത് ചെല്ലൽ നിർബന്ധമാണ്. സന്ന എന്ന് പറഞ്ഞാൽ ശരിയാക്കി എന്നുള്ളൂ. നമ്മൾ വരണം പറന്ന് അല്ലെങ്കിൽ അതിന്റെ എതിരായ സുന്നത്ത് എന്ന അർത്ഥത്തിലല്ല. അടുത്തത് ഇത് നമ്മൾ അവിടെ ചർച്ച തുടങ്ങി. രണ്ടാമത്തെ റക്അത്തിലുള്ള ഇരുത്തവും എന്നിട്ട് തശഹുദ്, പിന്നെ അവിടെ സലാത്ത് ചെല്ലേണ്ടതുണ്ടോ അല്ലേ എന്ന ചർച്ചയിൽ നിന്നാണ് സലാത്തിന്റെ രൂപങ്ങളൊക്കെ കൊടുത്തത്. അല്ലാതെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ പറഞ്ഞു വന്നിട്ട്. അപ്പൊ ഈ സലാത്തും അതുമായി ബന്ധപ്പെട്ട ഫവായിദുകളും ഒക്കെ വിശദീകരിച്ചു. ഇനി അടുത്ത ചർച്ച എന്താ? ഇപ്പൊ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു, മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കലാണ്. അവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കേണ്ടത്. അതുപോലെ മൂന്നാമത്തെ റക്അത്തിലാണെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞുപോയ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി താഴ്ത്തുക എന്ന് പറയുന്ന സന്ദർഭമാണ്. അപ്പൊ കൈ ഉയർത്തി താഴ്ത്തേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ റക്അത്തിൽ നിന്നൊരാൾ നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ അവിടെയും ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയിരുന്നു എന്ന് കാണാം. ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് 4 സന്ദർഭങ്ങൾ പറഞ്ഞപ്പെട്ടതല്ല. മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തി താഴ്ത്തുക എന്ന് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ചെയ്യാം, കാരണം ചില ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ എഴുന്നേൽക്കേണ്ടത് എങ്ങനെയാണ്? കൈ നിലത്ത് അവലംബിക്കേണ്ടതുണ്ടോ, കുത്തേണ്ടതില്ലേ? കുത്തുകയാണെങ്കിൽ പരത്തി വെക്കണോ, അല്ല മുഷ്ടി ചുരുട്ടി ഇങ്ങനെ മാവ് വെക്കുന്നവനെ പോലെ വെക്കേണ്ടതുണ്ടോ? അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ വിശദീകരിച്ചതാണ്. ഇവിടെ ഷെയ്ഖ് അതൊക്കെ തന്നെ ഞാൻ ചുരുക്കി പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ ഓരോ റക്അത്തിലും ഒന്നാമത്തെ റക്അത്തിലേതുപോലെ തന്നെ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. പിന്നെ 3ഉം 4ഉം റക്അത്തിൽ സൂറത്ത് ഓതേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ സന്ദർഭങ്ങളുണ്ട്. അത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സൂചന പറഞ്ഞിരിക്കുന്നു. ഏതാ? ളുഹറിന്റെ 3ഉം 4ഉം റക്അത്തിലും അസറിന്റെ 3ഉം 4ഉം റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അത് എത്ര ആയത്തുകളാണ് ഓതിയിരുന്നത് അതും മുമ്പത്തെ